അവിടെ ചുമ്മാ ഡാൻസ് കളിക്കുക. വേണ്ടേ വാതിലിങ്ങനെ തുറന്നിട്ടേ അവിടെ ഡാൻസ് കളിച്ചോണ്ടിരുന്ന ഇവിടെ ആരെങ്കിലും കയറി മിമിക്രി അവതരിപ്പിക്കും. അവിടുത്തെ നിധിയൊക്കെ ഞാൻ നിലവറയിൽ വെച്ച് പൂട്ടി. നന്നായി. എപ്പോഴും ഇത് റെഡി നിനക്ക് എപ്പോ നോക്കിയാലും ഒരു വൃത്തിയില്ല. ഇച്ചിരി ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് നിന്നോടെ. ഓ ക്ലീറ്റ പിന്നെ നല്ല വൃത്തിയായിട്ട് നടക്കണ്ടല്ലോ, അത് മതി എനിക്ക്. ഇത് കണ്ടെങ്കിലും ഒന്ന് വൃത്തിയാവണമെന്നുള്ളൊരു തോന്നലുണ്ടാവട്ടെ. നടക്കൂല, മടുക്കണേ. പിന്നെ ഞാൻ എന്തോ സംഗതി എടി വേണ്ടേ കോർത്തമാര് സമയം മാറുന്നതേ. നമ്മുടെ പാർട്ടിയിലൊരു പ്രശാന്ത് എന്ന് പറഞ്ഞൊരു ചെറുക്കനുണ്ടായിരുന്നില്ലേ, പണ്ട് കൊടിയൊക്കെ പിടിച്ച് കിടന്ന് എനിക്ക് കിട്ടേണ്ടതല്ല അവന് കിട്ടി. എന്നിട്ട് അവൻ്റെ അകത്തൊക്കെ കിടന്നല്ലോ. എന്നിട്ട് അവൻ്റെ തന്ത പാർട്ടിയിൽ നിന്നൊക്കെ പിന്നെ പോകണ്ടെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞൊരു ജ്വല്ലറി ഇട്ട് കൊടുത്തു. എന്തൊരു വളർച്ചയടി അവന്! ഒരു വർഷം കൊണ്ടേ എന്നാ കച്ചവടം. ഇപ്പോൾ 1-ാം വാർഷിക ആഘോഷമായിരുന്നു. നല്ല വിഷമം തോന്നുന്നുണ്ടല്ലേ? വിഷമമൊന്നുമല്ല, നമ്മളെ കൂടെയുള്ളവർക്ക് നന്നായല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എപ്പോഴും വേണമെങ്കിലും കയറി ചെല്ലല്ലോ ആ ജ്വല്ലറിയിലോട്ട്. വാർഷിക പരിപാടി എന്ന് പറഞ്ഞിട്ട് വഴിയെ പോണവർക്ക് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കല. എനിക്കും തരാൻ ഞാൻ പറഞ്ഞു ഞാൻ വരാം, ഞങ്ങൾ ഫാമിലിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയത്? അതെന്താ അതിന്റെ പേര്? കനകക്കലവറ. കനകക്കലവറ. ആ ഇറക്കത്തിലിരിക്കണത്. അത് തന്നെ അത് തന്നെ. ആ റെഡിമെയ്ഡ് ഷോപ്പിൽ. പക്ഷേ ഭയങ്കര സെയിലാണ് കേട്ടോ. പക്ഷെ സ്വർണം കൊള്ളത്തില്ലെന്നാണ് 1-2 പേരൊക്കെ എന്നോട് പറഞ്ഞു. അതിൽ ഈ മറ്റേ ഇതുണ്ടല്ലോ ചെമ്പൊക്കെ ചേർത്ത് അങ്ങനെ ഒരു പരിപാടിയാണ്. പിന്നെ എന്താ പുതിയ സ്കീമൊക്കെ അവൻ വെച്ചിട്ടുണ്ട്. ഈ സ്വർണം വാങ്ങാനേ പൈസ ഇല്ലാത്തവർക്ക്, പാവങ്ങളെ ഉദ്ദേശിച്ചെന്നാ പറഞ്ഞേക്കണേ. അപ്പോൾ ഒരുമിച്ച് മേടിക്കാനുള്ള ഇതില്ലെങ്കിൽ ഇപ്പോൾ 2-3 പവൻ്റെ പൈസ നമുക്ക് കുറച്ചായിട്ട് മാസം അടച്ചിട്ട് നമുക്ക് ആ പൈസ എല്ലാം കൂടെ എടി ഇപ്പോൾ ഒരു 5 പവന് വേണം. 5 പവൻ വേണമെങ്കിൽ ആദ്യം നമ്മളൊരു ചെറിയ തുക അടയ്ക്കണം, ഒരു 5000 രൂപ അടയ്ക്കണം. പിന്നെ മാസം ഉള്ളത് വെച്ച് നമുക്ക് അതിൽ അടച്ചുകൊണ്ടിരിക്കാം. 5 പവൻ്റെ പൈസ ആകുമ്പോൾ അന്ന് പോയാൽ സ്വർണം മേടിക്കാം. അത് ഇപ്പോൾ നമ്മൾ ആദ്യം അടയ്ക്കുന്ന ദിവസത്തെ പൈസയിലാണ് കുറവെങ്കിൽ അന്നത്തെ പൈസയ്ക്ക് തരും. അതല്ല അന്ന് എടുക്കുന്ന പൈസയാണ് കുറവെങ്കിൽ അന്നത്തെ സ്വർണ്ണ വിലയ്ക്ക് തരും. അപ്പോൾ അത് നല്ല ലാഭമാണല്ലോ. ലാഭം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഭാരം ഉണ്ടാവില്ലല്ലോ. 5 പവൻ ഒരുമിച്ചെടുക്കുന്നതിന്റെ അങ്ങനെ കൊടുക്കുന്ന സ്വർണ്ണത്തിലൊക്കെ എന്തെങ്കിലും ഉടായ്പ കാണും ചിലപ്പോൾ. ശരി, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് പാവങ്ങളുടെ കയ്യിൽ ഇടുന്ന 5000 രൂപ എന്തിനാ ഈ പറഞ്ഞത്? നമുക്ക് പൈസ വരുമ്പോ ഉള്ള പോലെ ഇല്ലാത്ത പോലെ. അങ്ങനെയല്ലേ? കുടിക്കാനോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. നൂഡിൽസ് ഉണ്ടോ? നൂഡിൽസ് ഇല്ല. ഒന്നുമില്ല. പച്ചവെള്ളം ഉണ്ടോ? പച്ചവെള്ളം ഉണ്ടോ? കിണറ്റിലുണ്ടാവും. എടുത്തൊന്ന് ചാടി നോക്ക്. ഞാൻ ചാടും കേട്ടാ. ചാടണേ. നീ വാ, പെട്ടെന്ന് വാ ഇങ്ങോട്ട്. എനിക്കത് പണിയുണ്ട്. ബസ്സൊക്കെ ഒന്ന് ഇങ്ങോട്ട് വന്നേ. അമ്മേ വന്നൊരു കാര്യം പറയട്ടെ. വാ, അവളെന്ത് ജമന്തി? അവളിവിടെ ഇല്ലല്ലേ, പുറത്തോട്ട് പോയി. അതെന്തെങ്കിലും ആവട്ടെ. അതെ, ഇത് എല്ലാ പ്രാവശ്യം പറയണ പോലെ അല്ല. ഇത് ഞാൻ ശരിക്കും ചെയ്യാൻ വേണ്ടിയിട്ടാ. അമ്മേ, ഞാനിങ്ങനെ ഇമാതിരി പണിയെടുത്ത് വേലയെടുത്ത് ഓരോന്ന് ഉണ്ടാക്കാൻ നോക്കിയാലൊന്നും നടക്കൂല വീട്ടിൽ. ഞാൻ എവിടെയെങ്കിലും ഒരു 500 രൂപ എടുത്ത് അരിപ്പാത്രത്തിലോ മഞ്ഞപ്പൊടി പാത്രത്തിലോ ഇട്ട് വെക്കും. അത് അങ്ങനെ തന്നെ ക്ലീറ്റോ അടിച്ച് മാറ്റിക്കൊണ്ട് പോകും. ഇതുവരെ ഒരു 10 പൈസ എനിക്ക് സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. ഞാനതുകൊണ്ടേ ഒരു കാര്യം ആലോചിക്കായിരുന്നു. എന്തോന്ന് കാര്യം? ഇപ്പം ഈ സ്വർണ്ണച്ചിട്ടിയില്ലേ, അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പം അതിനകത്ത് ചേർന്നാലോ അമ്മേ ഞാൻ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. നിന്നെ കൊണ്ട് അതൊന്നും നടക്കത്തില്ല അവൻ്റെ ഇടയിൽ. ഇല്ല അമ്മേ, നടക്കും അമ്മേ, നടക്കും. ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തോളാം അമ്മേ. അമ്മ എൻ്റെ കൂടെ ഒരു ധൈര്യത്തിന് നിന്നാ മതി. അത് എങ്ങനെയടി നടക്കുന്നത്? നീ എങ്ങനെയെങ്കിലും 5-6 ചുരുക്ക് കൂട്ടി അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കും. വലിച്ചെടുത്തോണ്ട് പോവുകയും ചെയ്യും. പിന്നെ പക്ഷെ അതവിടെ ഇരിക്കണോണ്ടാണല്ലോ ക്ലീറ്റ് ഇതിങ്ങനെ ഇതിന്ന് വലിച്ചെടുക്കണത്. ഞാനൊരു കാര്യം ചെയ്യും, മാസത്തിൽ ആദ്യം എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് ആ ജ്വല്ലറി കൊടുക്കും. അങ്ങനെ കയ്യിലുള്ള പോലെ കൊടുത്താൽ മതിയെന്ന്. 1 വർഷം അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള സ്വർണം നമുക്ക് ഇങ്ങോട്ട് മേടിക്കാം. അതൊക്കെ എനിക്കറിയാം. അതൊക്കെ പിന്നെ വേറൊരു സംഗതി ഉണ്ടമ്മേ, ഈ സ്വർണം നമ്മളിപ്പോൾ ഇന്നാണ് ഞാൻ പൈസ കൊണ്ടുവന്ന് കൊടുക്കണേന്ന് വിചാരിച്ചോ, അപ്പം ഇന്നത്തെ വിലയ്ക്ക് 1 വർഷം കഴിഞ്ഞിട്ട് സ്വർണം കിട്ടും. അതായത് ഇന്നിപ്പോൾ കുറഞ്ഞ വിലയാണെങ്കിൽ ഈ വിലയ്ക്ക് തരും. 1 വർഷം കഴിഞ്ഞിട്ട് അതാ കുറഞ്ഞ വിലയെങ്കിൽ ആ വിലയ്ക്ക് തരും. കൂടിപ്പോയാൽ ഈ കുറഞ്ഞ വിലയ്ക്ക് തരും. അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. അത് കൊള്ളാം. പക്ഷെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നടത്തിക്കൊണ്ട് പോകണം. ഞാനിപ്പോൾ തീരുമാനിച്ചേക്കണ എങ്ങനെയെങ്കിലും ഞാൻ വെള്ളമിറക്കി ഒരു 4000 രൂപ കൊണ്ടുവന്ന് ജ്വല്ലറി കൊടുക്കും. ഒരു 2 പവൻ മേടിക്കാൻ പറ്റൂല? അല്ല, ഇപ്പം നിനക്ക് ഒടുക്കുന്നിടത്തോളം അടയ്ക്ക്. അഥവാ 2 പവൻ വേണമെങ്കിൽ നമുക്ക് ബാക്കി കാശും കൂടി എങ്ങനെയും കൊടുത്ത് അതിന് എടുക്കാം. അമ്മ, എനിക്കെങ്ങാനും ഈ 4000 രൂപ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങാനൊരു മുട്ട് വരൂല്ല.
അമ്മ ഒന്ന് സഹായിക്കണം. ഞാൻ പിന്നെ സ്വർണം മേടിച്ച് കഴിയുമ്പോൾ ഞാൻ അമ്മയ്ക്ക് അത് തിരിച്ചു തന്നോളാം. എല്ലാ പ്രാവശ്യം പറയണ പോലെ അല്ല അമ്മ. നല്ല കാര്യമല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ തുരുക്കൂട്ടി തരാൻ നോക്കാം. അവൻ അറിയരുത്, ആരും അറിയരുത്. ഇല്ല, അവിടുന്ന് എന്തോ കാർഡ് തരും എന്ന് പറഞ്ഞു ഈ പൈസ അടയ്ക്കുമ്പോഴത്തേനും. അത് അമ്മ ഇവിടെ സൂക്ഷിച്ചു വെച്ചാൽ മതി. അവിടെ കണ്ട ക്ലീറ്റോ അതും കണ്ടുപിടിക്കില്ല. അങ്ങനെയാണെങ്കിലേടി നമുക്ക് ജമന്തിയുടെ കൂടെ പറയാം, അവളെ കൂടെ ചേർക്കാം ഒന്നിന്. അത് വേണം അമ്മ. ഇനി അമ്മ അവൾക്ക് പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ അവൾക്ക് എടുത്തു കൊടുക്കും. അന്നേരം എനിക്ക് തരാൻ ആരും ഉണ്ടാവൂല. എടി എങ്ങനെയെങ്കിലും ഒന്ന് ചേരട്ട്, അതൊക്കെ നമുക്ക് ഒപ്പിക്കാം. എന്തെങ്കിലും ചെയ്യേണ്ട കാര്യം അമ്മ ഉപേക്ഷിക്കരുത്. വേറെ എന്തൊക്കെ ചെലവുണ്ട് പൈസക്ക്. ഇനിയിപ്പോൾ അവസാനം ഈ കുറിയിലും കൂടെ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഇനി അത് അടുത്ത വഴക്കിനുള്ള കാരണമാണ്. എന്ത് അത് വെറുതെ കളയല്ലോ, സ്വർണ്ണായിട്ടല്ലേ തിരിച്ചു കിട്ടുന്നേ. ഇപ്പൊ നിനക്ക് ചേരേണ്ട കാര്യം എന്താ? നിനക്ക് സ്വർണ്ണം ഉണ്ടല്ലോ, ഉള്ള ഇട്ടാ മതി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എല്ലാവർക്കും ചേരാം. ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം നടക്കില്ല. എന്റെ കയ്യിൽ അതിന് പൈസ ഇല്ല. അമ്മ നാത്തിനും പൈസ കൊടുക്കും, എനിക്ക് പൈസ തരാൻ ആരുമില്ല. എടി തങ്കത്തിന് ഇല്ലല്ലോ. എന്ത് പറഞ്ഞാലും തങ്കത്തിന്റെ പക്ഷം പിടിക്കുന്ന എന്തിനാ നിങ്ങള്? നീ അതിന് ചേരണ്ട തന്നെ. എനിക്ക് ചേരണം. വല്ലാത്തൊരു മലക്ക്. എവിടേക്കെങ്കിലും കടന്നു പോയാ മതി. വേറെ ഒരുപാട് ചെലവുകളില്ലേ? കുറിയുണ്ട്, തേങ്ങ, മാങ്ങാത്തോല്, ഇതിനൊക്കെ പൈസ കൊടുക്കണ്ടേ? അതിന് 5000 രൂപയൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഉള്ള പോലെ 500, 1000, 2000 അങ്ങനെ മതി. ഇതൊക്കെ മാസം മാസം കൊടുക്കണ്ടേ? ആ മാസം മാസം കൊടുക്കണം. മാസം മാസം കൊടുക്ക. എവിടെ നിന്റെ കയ്യിൽ പൈസ? ഏട്ടനെ എനിക്ക് തന്നെ. എന്റെ കയ്യിലില്ല, അതാ ഞാൻ പറഞ്ഞേ. തന്നേ പറ്റുള്ളൂ. അങ്ങനെ പറ്റില്ലല്ലോ. എല്ലാ കാര്യത്തിനും ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ തരുമോ എന്ന് ചോദിക്കണം. നിങ്ങളത് മനസ്സിലാക്കി ചെയ്യണ്ടേ? ഞാൻ എന്താ നിന്നോട് പറഞ്ഞത്? എന്റെ കയ്യിൽ പൈസ ഇല്ല, അതിനൊന്ന് പറഞ്ഞില്ലേ? എന്നാ അമ്മയെങ്കിലും ആലോചിക്കണ്ടേ? അമ്മ എന്തിനാണ് ആലോചിക്കണേ? അമ്മ അമ്മയുടെ മോക്ക് മാത്രം കൊടുക്കുമല്ലോ. അമ്മയുടെ മോക്ക് അത് ഇല്ലാത്തത് കൊണ്ടാണ്. നിനക്കത് ഉണ്ടല്ലോ. എനിക്കില്ലല്ലോ. എല്ലാം അമ്മയുടെ മോനെടുത്ത് പണയം വെച്ചേക്കുവാണല്ലോ. അത് പറയുമ്പോ ദേഷ്യം വന്നിട്ട് കാര്യം. എനിക്ക് കഴിച്ചേ മേടിക്കാനുള്ളതാ. പൈസ തന്നേ പറ്റുള്ളൂ. പൈസ തന്നൊന്ന് ഇല്ല. ആ പൈസ എന്റെ കയ്യിൽ നിന്നേ കുറി കൂടാൻ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എന്റെ മോള് നിൽക്കണ്ട കേട്ടാ. ആ ലൈറ്റ് ഓഫ് ചെയ്താ. എനിക്ക് സൗകര്യമില്ല. പൈസ തരുമെന്ന് പറയാ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാം. പൈസ തരൂല. എനിക്ക് പൈസ വേണം. പൈസ തരില്ലെന്ന് പറഞ്ഞില്ലേ? നീ അതിന് ചേരണ്ട. ഒക്കെ കഴിഞ്ഞപ്പോ സ്വർണ്ണക്കുറി ചേരാനായിട്ടാണ്. ഇല്ല എന്റെ വിദ്യ. എന്താ മറുപടിക്കൊണ്ട് ജമന്തിയെന്ന് വിളിച്ചപ്പോ പോണ പോക്കണ്ടില്ലേ? എന്തെങ്കിലും പണക്കണ്ടായ? അവൾക്ക് ഇപ്പൊ എന്തെങ്കിലും കാരണം വേണോ? എന്റെ ഒരു കാര്യം, നീ എന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇറങ്ങി അതൊന്നും അല്ല കാര്യം. പിന്നെ അവർ രണ്ടും കൂടി ഒരു സ്വർണ്ണച്ചിട്ടിക്ക് ചേരണമെന്ന് വിചാരിച്ച് അവനത് ഇഷ്ടമല്ല. ആര് രണ്ടാളും കൂടി? ജമന്തിയും ഇവളും കൂടെ. അതിനെന്താ നീ ഇഷ്ടപ്പെടാതിരിക്കാൻ? ഞാൻ ഇഷ്ടപ്പെടാതിരിക്കും. അവള് ചേരണം എന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞു ഞാൻ. എടാ ഓരോരോ കാരണം ഉണ്ടാക്കിയിട്ട് നീ ഇങ്ങനെ പണയ്ക്കും. ഇതിപ്പോ അവളൊരു നല്ല കാര്യമല്ലേ പറഞ്ഞു. ഏത് സ്വർണ്ണക്കടയിലാ ചിട്ടിയായിരുന്നു? എന്താണ് സ്വർണ്ണക്കടയുടെ പേര്? എന്ത് കലവറ? കനകക്കലവറ. അത് നല്ലതല്ലേ. എടാ ഒരു കൊല്ലായില്ലേ ഇപ്പൊ? ഇതപ്പൊ 2 ദിവസം അവിടെ വാർഷികം ഉണ്ടായില്ലേ? എനിക്കൊക്കെ ഉണ്ടായിരുന്നു കാർഡ്. പിന്നെ ഈ വാർഷികം നടത്തുമ്പോൾ നമുക്ക് ഈ ഇതൊരു പ്രസന്റേഷൻ ഒക്കെ തരും. നമ്മൾ അതിലെ കുറിയെ ചേർന്നവർക്കും ഒരു കാർഡൊക്കെ തരും. നമുക്ക് സ്വർണ്ണം നമുക്ക് പണിക്കൂലി കുറയും. മറ്റുള്ളവർ മേടിക്കണേക്കാൾ നമുക്ക് ലാഭമാണ്. പിന്നെ ഉള്ളത് അടച്ചാൽ മതി. ഞാനിപ്പോൾ മാസം ഒരു 500, ചിലപ്പോൾ ഒരു 700 അടയ്ക്കാറുണ്ട്. ഇനി ഒരു 6 മാസം കൂടി കഴിയുമ്പോൾ വേണം ഇതാ ഈ ചെയിൻ ഉണ്ടല്ലോ ഒരു 3 പവനാക്കാൻ. എല്ലാവരും അങ്ങനെ രക്ഷപ്പെട്. ഞാൻ മാത്രം ഇങ്ങനെ നരകിക്കട്ടെ. ഒന്നല്ലെങ്കിൽ കെട്ടിയാൻ തോപ്പിക്കും, അല്ലെങ്കിൽ കൂടപ്പറപ്പ് തോപ്പിക്കും. നീ രണ്ടാളെ തോൽപ്പിക്കണം. നീ ഒരു കാര്യം ചെയ്യ്, ഈ തുന്നി കിട്ടുന്ന കാശിന്ന് ആരും അറിയണ്ട കുറച്ച് കാശ് കൊണ്ടടക്കി. അമ്മാവന് എന്തറിഞ്ഞിട്ടേ പറയണേ? ഇവന്റെ കാല് ഞാൻ പിടിക്കണ എന്തിനു വേണ്ടിട്ടാന്നറിയാമോ? എന്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട് അമ്മാവ. ഞാൻ ഓർത്തത് ആ ജ്വല്ലറി കൊണ്ടുവന്ന് അങ്ങ് ഇടാന്ന് വിചാരിച്ചു. അപ്പോഴാ ഞാൻ ഓർത്തത് ആ ജ്വല്ലറിയിലെ ഓണർ ക്ലീറ്റോന്റെ കൂട്ടുകാരൻ, അയാൾ അറിയില്ലേ? അതിന് ഞാൻ ഇവന്റെ പേരിൽ അതൊന്ന് കൂടി താടാന്ന് പറഞ്ഞു. അവൻ ജന്മം ചെയ്താൽ സമ്മതിക്കില്ല. അപ്പൊ അവന്റെ കുശുമ്പല്ലേ അത്? ഞാൻ രക്ഷപ്പെട്ടാൻ പോയാലോ? അതെ. പിന്നെന്താ? നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ ആ പൈസ ബാങ്കിൽ കൊണ്ടുപോയിട്ട് പറയൂട്ടോ. ബാങ്കിലൊക്കെ പൈസ ഉണ്ടെന്ന് അറിഞ്ഞ ക്ലീറ്റസിന്റെ സ്വഭാവം അറിഞ്ഞൂടെ? ഒരു കുരിശും വട്ടവും വരയ്ക്കാനേ ഉള്ളൂ എന്റെ ഒപ്പ്. അതാ വന്ന് അന്തസ്സായിട്ട് ക്ലീറ്റോനെ അറിയാം. അവൻ അറിയാണ്ട വേണം. പെൺകുട്ടിയിലെ വളർന്നു വരുന്നത്. ഒരു 2 കൊല്ലം എന്തെങ്കിലും കിട്ടണം ഇങ്ങനെ അടച്ചോണ്ടിരുന്ന ഒരു 2 പവന്റെ ചെയിൻ ആ കുട്ടിക്ക് കഴുത്തിലിട്ട് കൊടുത്താൽ കുളിക്കോ? നീ കാശ് ഇറക്കണ്ടല്ലോ. അവള് കാശ് തരാ പറഞ്ഞു. നിന്റെ പേരിലൊന്ന് ചേരാൻ. അതെന്താ നീ ചേരാത്ത്?
അത് ഈ കയ്യിലിരിക്കണ പൈസ വെറുതെ ഓരോരുത്തരുടെ സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് എന്നിട്ട് അവരത് ഇതായി വിശ്വസിക്കാൻ പറ്റില്ല. ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവനില്ല പോസ്റ്റിൽ കയറണം, കൊണ്ടുവരണം, അന്നന്നത്തരം കഴിയണം, അത് മാത്രമേ ഉള്ളൂ അവന്റെ വിചാരം. നന്നാവണമെന്നൊരു വിചാരം ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുമോ? കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കിയുള്ള സ്ഥാപനം നടത്തുന്നു. കൊല്ലം ഒന്ന് കഴിഞ്ഞു. ഒന്നും രണ്ടെന്നല്ല, ഇഷ്ടം പോലെ ആൾക്കാരാണ് അവിടെ കുറിയിൽ ചേർന്നിരിക്കുന്നത്. നീ കൊടുക്കണ്ടടാ, അവള് തന്നോളൂ. അവിടെ നീ ഒന്ന് നിന്ന് കൊടുത്താ മതി. അങ്ങനെ കൊണ്ടടച്ചൂടെ നിനക്ക് ചെയ്യാൻ പറ്റുമോ നിനക്ക്? അതെ, എനിക്ക് താല്പര്യമില്ല. ഇനി നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി അന്വേഷിക്കുകയും ചെയ്യാം. ആ ഒരു കാര്യം ജമന്തിയോട് പറഞ്ഞിട്ട് അവളോടും മൂപ്പരാറേണ്ട കുറച്ച് കാശ് ചൊരിപ്പിക്കാൻ പറയാം. നീയും കിട്ടണത് കിട്ടിയിട്ട് കൊടുക്കുമ്പനെ ഏൽപ്പിക്കുക. നീ ഒന്ന് നമ്മുടെ പേരിൽ നിന്റെ പേരിൽ അങ്ങനെ അടച്ചോണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഗുണം അറിയാം. ആ അന്വേഷിക്കാം, അല്ലാതെ എന്താണ്? ഫാസിലേ, എടാ ടൗണിലെ മറ്റേ ആ ജ്വല്ലറില്ലേ, കലവറ ഏത്? ഈ കനകക്കലവറ. എന്താ അതിന്റെ സ്ഥിതി? അത് അടിപൊളിയല്ലേ. അവിടെ എന്തോ പുതിയ പദ്ധതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാ അതന്നെയാണ്, സ്വർണ്ണക്കുറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽ ചേരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക തങ്കോൻ ചമന്തി. അത് നല്ല പരിപാടിയാണ് കേട്ടാ. അതിപ്പോ കുറെ നാളായല്ലോ തുടങ്ങിയിട്ട്. അത് നമ്മൾ പൈസ ഒന്നിച്ചൊന്നും കൊടുക്കണ്ട. നമ്മുടെ വീട്ടിൽ പെണ്ണുങ്ങൾ വരും ഡെയിലി കളക്ഷന്. നമ്മുടെ കയ്യിലുള്ളതുപോലെ എന്തെങ്കിലും കൊടുത്തു വെച്ചാൽ മതി. അതിപ്പോൾ അരപ്പവൻ്റെ കാശുള്ളൂവെങ്കിൽ അരപ്പവൻ മേടിക്കാം, ഒരു പവൻ്റെ കാശുള്ളൂവെങ്കിൽ ഒരു പവൻ കിട്ടും നമുക്ക്. ഇത്ര ദാരിദ്ര്യമായിട്ടുള്ള ആളാണോ ഈ സ്വർണ്ണ കച്ചവടം എന്ന് പറയുന്നത്? കാരണം അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടായിട്ടല്ല, ഇപ്പൊ സാധാരണക്കാരൻ്റെ അടുത്ത് ഒന്നിച്ചു പോയി സ്വർണം മേടിക്കാനുള്ള ഫണ്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ഉള്ള ചെറിയ ചെറിയ പൈസ കൂട്ടിക്കിട്ട് അവർക്ക് കൊടുത്താൽ നമുക്ക് സ്വർണം കിട്ടും. നീ ചേരണ്ട. എന്നിട്ട് ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. പെണ്ണുങ്ങൾ ഭയങ്കര പിടിവാശിയിലാണ്. അത് ചേരണോണ്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ച് കയ്യിലുള്ള പോലെ കൊടുത്തിട്ടാൽ മതിയല്ല. കയ്യിലുള്ള പോലെ ചെറിയ ചെറിയ സംഖ്യകൾ കൊടുത്തിട്ടാ പോരെ. അളിയാ പോണ്ടേ? പറഞ്ഞ പോലെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഞാനും ഒന്ന് ലീവാ. നീ എന്നും ലീവല്ലേ? ചേട്ടേ, ഓരോരുത്തരുടെ തൊഴിലിന് അവരവർ അതിൻ്റെതായ മഹത്വം കാണുന്നുണ്ട്. എനിക്ക് എൻ്റെ ജോലിയുടെ ഒരു ഇതുണ്ട്. അത് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം. നീ പോസ്റ്റിൽ കയറണം, അത് നിനക്കറിയാലോ, അതൊക്കെ നീ ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ അത് കൂടുതൽ കളിയാക്കാൻ പുച്ഛിക്കൊന്നും വേണ്ട. പിന്നെ അല്ല ഇരിപ്പുണ്ടോ? ഞായറാഴ്ച ഉണ്ടല്ലേ, ഇവരോടെയല്ലേ ഞാൻ നിർത്തി. അതല്ല, വല്ലതും ഉണ്ടാ കയ്യിൽ? പൈസ വല്ലതും ഉണ്ടായി? ഒരു ചെറിയ തിരുമറി വൈകുന്നേരത്തേക്ക് എടുക്കാം. ഒന്നുമില്ല, വലിയതൊന്നുമില്ല, ചെറിയ സഹായം. 2000 20 200 രൂപ. 200 രൂപ ഉണ്ടാ എടുക്കാൻ കയ്യിൽ? എടാ, നിനക്ക് നാണുണ്ടോ? ഈ 200 ഉറുപ്പ്യക്ക് വേണ്ടിയിട്ട് നേരം വിളിച്ചപ്പോൾ തന്നെ ഇരക്കാൻ നിൽക്കണം. എടേ, ഞാനിത് ചോദിച്ചത് എനിക്ക് കടമായിട്ടാണ്. ചെറിയൊരു മറിപ്പ്, കുറച്ച് പൈസ എനിക്ക് വരാനുണ്ട്. അത് വരുമ്പോൾ ഞാൻ തിരിച്ചങ്ങ് തരാം. നിനക്ക് പൈസ ഇങ്ങനെ വരാനുണ്ട്? എവിടുന്ന് വരാനുണ്ട് നിനക്ക് പൈസ? ഇപ്പോൾ വരാനുള്ള സ്ഥലമൊന്നും എനിക്ക് പറയാൻ. ഇത് പൈസയാണ്. പൈസ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവാക്കാനും ഉപയോഗിക്കാനും ഉള്ളതാണ്. അല്ലെ പിന്നെ എല്ലാവരും സൂക്ഷിച്ച് വെച്ചാൽ പൈസ എങ്ങനെയായിരുന്നു പെരുകൂലേ? ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? അതാ ചോദിച്ചത്. കടമായിട്ടല്ലേ ചോദിച്ചു? 200 രൂപ അല്ലേ? 200 രൂപ നിന്റെ 200 രൂപ ഇല്ലെന്ന് നിന്റെ കയ്യിലില്ലല്ലോ. അതേപോലെ തന്നെ എൻ്റെ കയ്യിലില്ല. നമ്മളെ ഇപ്പം ഇച്ചിരി ടൈറ്റ്, തങ്കത്തിൻ്റെ കയ്യിലും ഒന്നും ഇല്ലേ. ഉണ്ടെങ്കിൽ ഞാൻ അവളുടെ അടുത്തല്ലേ ചോദിക്കുള്ളൂ. അവൾക്കും ഇപ്പോൾ ഇച്ചിരി പൈസകൾ കിട്ടാനുണ്ട്, കുറേ പണി ചെയ്തതിൻ്റെയൊക്കെ. അവൾക്ക് നല്ല ജോലി ഉണ്ടല്ലോ. ജോലി ഉണ്ടെന്നേ, ചെയ്യണം. എൻ്റെ പൈസയൊന്നും വാങ്ങില്ല. ആൾക്കാർ വന്ന് കരഞ്ഞ് പറയുമ്പോൾ അവൾ പറയാം പിന്നെ തരാം, ഞങ്ങൾ നാളെ തരാം, ഇത്തിരി ബുദ്ധിമുട്ടെന്ന് പറയാം. ഇവളൊന്ന് നമ്മളെ ബുദ്ധിമുട്ടൊന്നും അവൾ ആലോചിക്കുന്നില്ല. അവൾക്ക് ആൾക്കാരെ ബുദ്ധിമുട്ടില്ല. അങ്ങനെ വരെ ഒരു സാധ്യതയില്ലല്ലോ. എന്തേ? അവളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവളെ ഉറപ്പായിട്ടും എന്നോട് പൈസ വയ്ക്കാറുള്ളതാണ്. ഇല്ലേ, അവളുടെ പൈസ സ്ഥിരം വെക്കുന്നിടത്തൊക്കെ ഞാൻ നോക്കി, അവിടെ ഒന്നും ഒരു പൈസയും ഇല്ല. അല്ലാന്ന് 5-6 മാസമായിട്ട് എന്നോട് പൈസ ചോദിച്ചിട്ടില്ലല്ലോ. അല്ല, അവൾക്ക് പൈസക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ എന്നോട് ചോദിച്ചിട്ടുണ്ടാവും. എന്നാലും അവിടെ ഇവിടെ ഒന്നും ഇല്ല, പൈസ ഇല്ല. ഞാൻ എല്ലായിടത്തും നോക്കി, അവൾ വെക്കണ സ്ഥലങ്ങളിലൊക്കെ നോക്കി, ഇവിടെ പൈസ ഇല്ല. കാണില്ല. ഇന്നലെ പറഞ്ഞവള്, എടാ നിനക്ക് പൈസക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട്, വേണോ കൊണ്ടോക്കോ, ആവശ്യമാകുമ്പോൾ തിരിച്ചു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ആര് പറഞ്ഞു? തങ്കം പറഞ്ഞു. ഓടുന്നു നീ ചുമ്മാ എന്നെ കളി അറിയപ്പോ. പിന്നെ സത്യം, നീ അത് എനിക്കിട്ടൊന്ന് തള്ളിയത്. എന്നാ പിന്നെ അവള് ചിലപ്പോ എന്നെ കളിയാക്കിയതായിരിക്കും.
ആ ചിലപ്പോൾ അതായിരിക്കും. അവളെ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ പൈസ വെച്ചിട്ട് എൻ്റെ അടുത്ത് ഇല്ലാന്നൊന്നും പറയുകയില്ല. മാത്രമല്ല അവളുടെ അവരുടെ പൈസയുടെ കണക്കും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയുകയും ചെയ്യും. അങ്ങനെ ഒരു ഇത് അത്രയും ഇഷ്ടമല്ല അവൾ. പൈസ കാര്യത്തിലൊക്കെ വലിയ കാര്യം. നിൻ്റെ അപ്പം ഇല്ല 200 എടുക്കാൻ. വേണ്ട ഉണ്ടാ 100 എടുക്കാൻ പോയി 100 നോക്ക്. നിൻ്റെ അപ്പം ഇല്ല 200 എടുക്കാൻ. വേണ്ട ഉണ്ടാ 100 എടുക്കാൻ പോയി 100 നോക്ക്. എന്തെങ്ങനെ വരണമോ? പോയടാ എല്ലാം പോയടാ. എന്തുറ്റി? ജമന്തിയുടെ അച്ഛൻ പോയാ? പോടാ അതല്ലടാ, പിന്നെ ടൗണില് ജ്വല്ലറി ഇല്ലേ കനക കലവറ, നമ്മുടെ പ്രശാന്തന്റെ അവൻ അവിടെ ചിട്ടിയിൽ കൂടിയവരുടെ കാശും അവിടുത്തെ സ്വർണ്ണൊക്കെ ആയിട്ട് മുങ്ങിയത്. നന്നായി. ഞാൻ അപ്പോഴേ വിചാരിച്ചു 1-ാം വാർഷികത്തിനായി എന്തൊരു പൊടിപിടിപ്പായിരുന്നു. പിന്നെ സിനിമാറ്റിക് ഡാൻസ്, ഗാനമേള, വഴിയെ പോണവർക്കൊക്കെ ഗിഫ്റ്റ്, പിന്നെ സിനിമാ താടി വരണം. ഞാൻ അപ്പോഴേ വിചാരിച്ചു അവനെ ആള് ശരിയല്ല. എനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. നമ്മുടെ പൈസയൊക്കെ പോയില്ല, നമ്മൾ എന്താണ് ചെയ്യാ? നമ്മുടെ ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായല്ലോ? ഇപ്പൊ സമാധാനമായില്ലേ? എന്താളിയാ ഇത് അന്നേ ഞാൻ പറഞ്ഞാണ് അതിന് കൂടണ്ടാന്ന്. ഈ അമ്മാവന്റെ ഒറ്റ ആളുടെ വാക്ക് കേട്ടിട്ടാ ഞാനും കൂടെ അതിനകത്ത് കൊണ്ടുപോയിട്ട് പൈസ ഇട്ടത്. ആഹാ, അപ്പൊ എല്ലാരും കൂടെ ചിട്ടി ചേർന്നല്ലേ? ഇങ്ങനെ തന്നെ വേണം. നിങ്ങൾ അമ്മ! വരണം. അമ്മ ഒന്നുകൂടെ വന്നേ. 2 ദിവസം കൂടി കഴിഞ്ഞാലേ ഈ ചെയിന് കൊണ്ടുപോയിട്ട് 3 പവനാക്കാൻ വേണ്ടി ഇരുന്നതാ. കേക്ക് പറഞ്ഞു കൊടുക്ക്. നമ്മള് സ്വർണ്ണക്കുറി കൂടിയില്ലേ, ആ ജ്വല്ലറിക്കാരൻ അവിടുത്തെ സ്വർണ്ണവും ചിട്ടി പൈസയൊക്കെ ആയിട്ട് മുങ്ങി വെച്ചേ. കഷ്ടമായി പോയല്ലോ. കഷ്ടമായി പോയല്ലോടാ. ഞാൻ അന്ന് അമ്മയോടൊക്കെ പറഞ്ഞല്ലേ ഞാൻ ചേരണ്ടാന്ന് പറഞ്ഞില്ലേ ഞാന്? നില്ല എടാ, ഈ സ്വർണ്ണച്ചിട്ടിൽ വേറെ ഒരുപാട് ആൾക്കാരില്ലേ? പിന്നെ ആൾക്കാരില്ലേ? അത് ഈ അവൻ മുങ്ങിയതാണല്ലേ? എടാ, അവരെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് നമുക്ക് അവനെ കണ്ടുപിടിച്ചൂടെ? എവിടെ പോയി കണ്ടുപിടിക്കും നമ്മള്? അവൻ ഈ ഒന്നും പറയണ്ട. കയ്യിൽ ഇരുന്ന പൈസ മുഴുവൻ കൊണ്ടുപോയിട്ട് കളഞ്ഞപ്പോ എല്ലാവർക്കും സമാധാനമായില്ലപ്പോ? അതെ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തന്നെ വേണം. ഇപ്പൊ ഞാനൊരു 200 രൂപ അവനോട് ചോദിച്ചപ്പോ ഇവ എന്നെ എന്തെല്ലാം പറയും. നിങ്ങളുടെ പൈസ ഇങ്ങനെ തന്നെ പോവുളിയാ. വേണം വിളിയാ, ഇതൊക്കെ വേണം. ഒന്നും ചെയ്യാനില്ല, അത് പോയി അതന്നെ. പോയത് പോയി. പോട്ടെ, അങ്ങനെയല്ലേ പോണം. അതെ, കൊറേയൊക്കെ പറഞ്ഞ ചെറിയ ആളുകൾ പറയണം കേൾക്കണം. ഈ സമയത്ത് ഇങ്ങനെ വാശി പിടിക്കുകയല്ലേ വേണ്ടത്? പിന്നെ നിനക്കറിയാമെങ്കിൽ നീ പാർട്ടിക്കാരനല്ലേ? എങ്ങനെയെങ്കിലും ശ്രമിച്ച് അവരെ ഈ അമ്മ എന്തൊക്കെ പ്രാന്താണ് ഈ പറയണത്. പിന്നെ ഈ പാർട്ടിക്കാരൻ ഇവൻ പോയിട്ടല്ല അപ്പൊ അയാളെ കണ്ടുപിടിക്കണം. അല്ല, അവന്റെ അഡ്രസ്സും ജാതകമൊക്കെ എന്റെ തന്നിട്ടാ പോയിക്കണേ എവിടെ ഉണ്ടെന്ന്. നീ ഏതെങ്കിലും ഒരു കണിയാനെ വെപ്പിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കുക. തങ്കം വാ, ഒരു സന്തോഷമുണ്ട്, വേണി വാ. അതെ, നിങ്ങൾ ഈ പരിപാടി ചെന്ന് ചാടുന്നതിന് മുമ്പ് എന്നോട് ആരെങ്കിലും ഒരു വാക്ക് ചോദിച്ചോ എങ്കിൽ ഞാൻ നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കുമായിരുന്ന? അവൻ കൊള്ളരുതാത്തവനും തല്ലിപ്പൊളിയാണെന്ന് എനിക്കറിയൂടെ. പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കിയാണ് അവൻ. ഞാനിവരോട് എത്ര പ്രാവശ്യം പറഞ്ഞാന്നറിയാമോ അതിൽ ചേരണ്ടാത്. അപ്പൊ ഒറ്റാളും കേട്ടില്ലല്ലോ. അയ്യോ, തങ്കം പോയടി. 40,000 ഉറുപ്പിക പോയി. ഒന്നുമില്ല, കനക കലവറ ഉണ്ടല്ലോ ജ്വല്ലറി, അവിടെ എല്ലാരും കൂടെ സ്വർണ്ണച്ചിട്ടി കൊണ്ട് കെട്ടി അവൻ എല്ലാമായിട്ട് അങ്ങ് മുങ്ങി. എന്താണ് പിന്നെ ബോധം പോണാ? ബോധം പോയാ അടിച്ച് ചെയ്യണ്ടല്ലോ. എന്തിനാ അവളെ അടിക്കുന്നതിന്? നമ്മളടിക്കണ്ടേ? ചിരിക്കടേ, സന്തോഷിക്കടേ. ഇവർക്കെല്ലാം ഇത് തന്നെ വേണം. എന്നാ നീ വല്ലാതെ സന്തോഷിക്കണ്ട. ഇവള് ആ ചിട്ടി ചേർന്നിട്ടുണ്ട്. അവൾ ഇത്രയും കാലം സ്വരുക്കൂട്ടി ഇറന്നാൽ 5000 രൂപ കൊണ്ടുപോയിട്ട് അവൾ ആദ്യം ചിട്ടി തുടങ്ങിയത് അറിയോ? എന്നിട്ട് മാസം കൊണ്ടുപോയി അടച്ച പൈസ വേറെ 2000, 4000, 5000 വെച്ചിട്ട് എത്ര അടച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. ആ പൈസ അന്നേ ബാങ്കിൽ ഇട്ടോളം പറഞ്ഞാൽ ഞാൻ ഇവളോട് കേൾക്കണ്ടേ? ആണോടി നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം ഞാൻ വാവിട്ട് ചോദിച്ചു പൈസ വല്ലതും ഇരിക്കണം. അപ്പൊ നീ എന്താ പറഞ്ഞു? എൻ്റെ ഒരു നയാ പൈസ ഇല്ലെന്നല്ലേ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് മൊത്തത്തിൽ വിഴുങ്ങിയാലോ? നിനക്കൊക്കെ ഇങ്ങനെ തന്നെ വേണോടി. അതെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, എന്നെക്കാളും വലിയ കള്ളന്മാർ പുറത്തുണ്ടെന്നുള്ളത്. അഹങ്കാരി, ഓടിയോടുന്നു. നീ ഒന്ന് വാങ്ങിക്കോ. Alien versus Alien.